ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മിഠായിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ പഞ്ചസാരയോ അതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വെറും എള്ളും അതുപോലെ ഈത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരയില്ല, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ ഇടയ്ക്കൊക്കെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മിഠായിയാണ്. ഇതാ കാണാൻ നല്ല നമ്മുടെ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന മിഠായി പോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് എല്ലാം ഒന്ന് കൊടുത്തു വെക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ മിഠായിൻ്റെ ആ ഒരു രൂപത്തിലാക്കിയാൽ കുട്ടികൾക്കും ഇഷ്ടവും. അല്ലാതെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ കവറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിങ്ങനെ ഒരു ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ചിട്ടും വെക്കാം. അപ്പം ഇതാ ഞാനിങ്ങനെ രണ്ട് രീതിയിലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ആദ്യം നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത എള്ള് ഇതാ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഓണാക്കി വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞാൽ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ഗീയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. വെറും നമ്മൾ പ്ലെയിനായിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. എള്ളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും. രക്തക്കുറവുള്ളവർക്കും അതുപോലെ ക്ഷീണമുള്ളവർക്കൊക്കെ ഈ എള്ളിങ്ങനെ കഴിച്ചാൽ നമുക്ക് രക്തം കൂടാനും ക്ഷീണം മാറാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലിനും മുടിക്കൊക്കെ ബലം നൽകാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അധികം കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ചെടുത്തിട്ട് വായിലിട്ടാൽ ഒരു പൊട്ടുന്ന പോലെ ഉണ്ടാവും. ആ ഒരു രീതിയിലെത്തിയാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ആ ഒരു പാനിൻ്റെ ചൂട്ടിന്ന് പിന്നെയും എള്ള് വെച്ചാൽ കൂടുതലായിട്ട് കരിഞ്ഞു പോകും. അതുപോലെ നിങ്ങൾ ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ സ്റ്റവ് ഓഫാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു എള്ള് പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ചെറിയൊരു ചൂട് വേണം കേട്ടോ. നമുക്കിത് പൊടിച്ചെടുക്കേണ്ടതാണ്. ഒട്ടും തന്നെ വെള്ളമോ ഒന്നും തന്നെ ചേർക്കാണ്ട് നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. അത് പൊടിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂടുണ്ടായാലും നല്ലതായിരിക്കും. അധികം ചൂടല്ല, ചെറിയൊരു ചൂടിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിപ്പം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതേപോലെ അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിന് ഈത്തപ്പഴം വേണം. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ് 30 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് അധികം വലുപ്പമൊന്നുമില്ല. ഈ ഒരു ചെറിയ രീതിയിലുള്ള ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു എള്ള് പൊടിച്ചെടുത്ത ആ ഒരു മിക്സി ജാറിൽ തന്നെ ഞാൻ ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈത്തപ്പഴം നമുക്കറിയാലോ രക്തം കൂടാൻ വളരെ നല്ലതാണെന്നുള്ളത്. അപ്പം ഇതേപോലെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. ഈത്തപ്പഴം കഴിക്കാനൊക്കെ ചിലർക്ക് മടിയുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഒരു ഫുഡ് പ്രോസസ്സറില്ലേ, ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആക്കിയിട്ട് എടുത്താലും മതി. മിക്സിയിലായപ്പം ഇതേപോലെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. എള്ള് ആക്കിയ ആ ഒരു ബൗളിൽ തന്നെ നമുക്ക് ഈത്തപ്പഴം ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ആക്കുന്നതിന് മുമ്പായിട്ട് ഈത്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. മിക്സിയിൽ തന്നെ ഒന്ന് കറക്കി എടുത്താൽ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത ആ ഒരു രൂപത്തിൽ കിട്ടും. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം അത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് മിക്സി തന്നെ ചെയ്താൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തികച്ച ഓപ്ഷനിലാണ്. നമുക്ക് ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഇങ്ങനെ നട്ട്സൊക്കെ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വെറും എള്ളും അതുപോലെ ഈത്തപ്പഴം മാത്രം മതി കേട്ടോ. ഇതിന് നട്ട്സ് വെറും ഓപ്ഷണലാണ്. അപ്പം അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഒരു മിക്സിൻ്റെ ജാറിലും ചെയ്തെടുക്കാമെന്ന്. അപ്പം ഒരു എള്ള് പൊടിച്ചെടുത്തില്ല, അതിനുശേഷം ഈത്തപ്പഴം ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ നന്നായിട്ട് കുഴഞ്ഞ രൂപത്തിലായിട്ട് കിട്ടും. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആ ഒരു എള്ളും നട്ട്സും ഈത്തപ്പഴം എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ചപ്പാത്തീൻ്റെ മാവൊക്കെ കുഴക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കാരണം ആ എള്ളിൻ്റെ പൊടിച്ചെടുത്തില്ലേ. അപ്പം അതിൽ നമുക്ക് ഒരു എള്ളിൻ്റെ നെയ്യ് ഉണ്ടാവില്ലേ, അത് കിട്ടുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഒരു ഗ്ലൈസിങ് ആയിട്ട് കാണുന്നില്ലേ.
അതുകൊണ്ട് നമ്മൾ ഈത്തപ്പഴം ആക്കിയാലും അതൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാനിങ്ങനെ കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലുപ്പത്തിലായിട്ട് ഇതേപോലെ ആക്കിയിട്ടെടുക്കാം. ഒരു എള്ളിൻ്റെ ഗ്ലൈസിങ് ആണ് നമ്മൾ കാണുന്നത്. എള്ളിൻ്റെ ആ ഒരു എണ്ണ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഗ്ലേസിംഗ് ആണ് കാണുന്നത്. അല്ലാണ്ട് നമ്മൾ അതിൽ ഗീയോ ഒലീവ് ഓയിലോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗീൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ എള്ള് വറുത്തെടുക്കുന്നില്ല, ആ ടൈമിൽ കുറച്ച് ഗീ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിങ്ങനെ ബോളിൻ്റെ ഷേപ്പിലും ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എക്ലെയറൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് നീളത്തിലാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഈ ഒരു ഷേപ്പിലും ആയി കിട്ടും. പിന്നെ കുറച്ചെടുത്തിട്ട് ഒരു പരന്ന ഷേപ്പിലായിട്ടും ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ഒരു പരന്ന ഷേപ്പായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ലവിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അച്ചലുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ആ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം ഇങ്ങനെയെല്ലാം ഷേപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് ബൗളിൽ വേണമെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് വെക്കാം. അപ്പം ഞാനൊരു മിഠായിൻ്റെ ആ ഒരു രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ബട്ടർ പേപ്പർ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പാണ് കൂടുതൽ നല്ലത്. അതാണ് നമുക്കിങ്ങനെ ഒരു മിഠായിൻ്റെ ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനിങ്ങനെ ചുരുട്ടിയിട്ട് രണ്ട് സൈഡും കൂടി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് നമ്മുടെ മിഠായി തന്നെ. കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഈത്തപ്പഴത്തിൻ്റെ മധുരവും അതുപോലെ ആ ഒരു എള്ളിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു പരന്ന ഷേപ്പിലായിട്ട് ആക്കിയത് ഈ ഒരു രീതിയിലാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇതിപ്പം ഇവിടുത്തെ സ്ഥിരമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിഠായി ഞാൻ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ചോറ് ഇങ്ങനെ എരിവുള്ളൊക്കെ കഴിച്ചാൽ വീണ്ടും നമുക്കൊരു ചോക്ലേറ്റ് കഴിക്കണമെന്നൊക്കെ തോന്നൂലേ. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ചോക്ലേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ അടപ്പുള്ള ഒരു ബൗളിലാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമ്മുടെ ആ ഒരു മിക്സിൻ്റെ ജാറിലോ നമ്മുടെ കയ്യിലോ ഒന്നും ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ നമ്മളിങ്ങനെ ബട്ടർ പേപ്പറിലാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ പഞ്ചസാരയും വേറെ നമ്മുടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.